ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മാമ്പഴ ജ്യൂസാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അതിന് 2 പ്രിയൂര് മാങ്ങ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം നന്നായിട്ട് പഴുത്ത്, അപ്പോൾ ജ്യൂസ് അടിച്ച് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമാവും. ഇപ്പോൾ ഇതുപോലെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിള്ളേർ കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് 2 ചെറുതായി മുറിച്ച് മിക്സിയിൽ അടിച്ചിട്ട് ഒരു ജ്യൂസ് പോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാഷ്നട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്കത് ഇഷ്ടമാവും. ഇത് തണുപ്പിച്ച് നല്ല ഇച്ചിരി കട്ടിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് കഴിച്ചോളൂ. ഇപ്പോൾ ഈ മാമ്പഴം ചൂടാണ് വേനൽക്കാലത്ത്, എന്നാലും നല്ലതാണ് കഴിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവും. ഇപ്പോൾ എല്ലാവരും കളിക്കാൻ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും വിശപ്പും ദാഹമൊക്കെ ആണല്ലോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസ്സൊക്കെ പിള്ളേരങ്ങ് കുടിച്ചോളും. മറ്റേ മാങ്ങ ഇതുപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം. ഞാൻ കഴുകിയിട്ടാണ് തൊലി ചെത്തണേ കേട്ടോ. ഇതുപോലെയെല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. എന്നിട്ടിത് ചെറുതായിട്ട് മുറിച്ച് എടുക്കാം. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇത് നല്ല മധുരമായിട്ടോ. അതിൻ്റെ ഒരു കഷ്ണം കഴിച്ചിട്ട് നല്ല മധുരം തോന്നിയായിരുന്നു എനിക്ക്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. 2 മാങ്ങ ഇതുപോലെ എടുക്കാം. അപ്പോൾ ഇന്നൊരു ജ്യൂസിൻ്റെ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. 2 ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മാമ്പഴം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമാവുമല്ലോ. ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ശരിക്കും. അപ്പോൾ ഇത് മുറിച്ച് കൊടുത്താലും പിള്ളേർക്ക് അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിച്ചോളും. നല്ലോണം വിളഞ്ഞ് പഴുത്താന്ന്. കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. ഇത് വീട്ടിലുണ്ടായ മാങ്ങയാണ്. ധൈര്യമായിട്ട് കഴിക്കാം. അതാ നല്ല മധുരം ഉള്ള മാങ്ങ പ്രിയൂര്. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. ഇച്ചിരി മധുരം ഉണ്ടെങ്കിലും ഇച്ചിരി പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പാലും കൂടി ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാനൊരു മിൽമ പാൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടി ആയിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ജ്യൂസ് പോലെ ആക്കിയെടുക്കാം. അതുപോലെ നല്ല ഇച്ചിരി കൂടി കട്ടി, ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഫ്രീസറിലൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ, ഇന്ന് മാമ്പഴ ജ്യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഷെയർ ചെയ്യുന്ന. പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു ജ്യൂസാണ് മാമ്പഴ ജ്യൂസ്. പിന്നെ അതിനകത്തേക്ക് ഇച്ചിരി കശുവണ്ടി ബദാമും കൂടി പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴ ജ്യൂസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. സ്പൂൺ കൊണ്ടൊക്കെ എടുത്ത് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.